നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 57 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 79 പേർ കൂടി രാജ്യത്ത് പുതുതായി രോഗമുക്തി നേടി. ആകെ 2,36,275 പേരാണ് ആകെ രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 37 പേർ സ്വദേശികളും 20 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിൽ പുതുതായി 48 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 3 മരണവും റിപ്പോർട്ട് ചെയ്തു. സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 42 പേർ രോഗമുക്തി നേടി. 67,356 PCR പരിശോധനകളാണ് ഇന്ന് നടന്നത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം 5,47,845 ആയി. ഇതിൽ 5,36,859 പേരും സുഖം പ്രാപിച്ചു. ആകെ 8,758 പേർ മരിച്ചു. ബാക്കി ചികിത്സയിലുള്ളവരിൽ 112 പേർ മാത്രമാണ് ഗുരുതര സ്ഥിതിയുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകളുമായി സൗദി അറേബ്യ. രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഇനി മാസ്ക് ധരിക്കേണ്ടതില്ല. സാമൂഹിക അകലവും ബാധകമല്ല. പുതിയ നിയമം ഞായറാഴ്ച മുതൽ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം അടുത്തിടെയായി സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും മരണത്തിലും വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് ഇളവുകൾ അനുവദിക്കാൻ കാരണം. ഒമാനിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ 117 സ്വദേശി ഡോക്ടർമാരെ നിയമിച്ചു. 1000-ലധികം പേരെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ, പാരാമെഡിക്കൽ, ഭരണ വിഭാഗത്തിലേക്ക് നിയമിച്ചതായി മന്ത്രാലയം അറിയിച്ചു. 176 സ്വദേശികളെ ഭരണ സാങ്കേതിക വിദ്യാ വിഭാഗങ്ങളിലേക്കാണ് നിയമിച്ചത്. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ വാക്സിൻ സ്വീകരിച്ചവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ പാസ്പോർട്ടുമായി ഒത്തുനോക്കണമെന്നും പാസ്പോർട്ട് അല്ലെങ്കിൽ സിവിൽ ഐഡിയുമായി മിഷ്രിഫിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ചെന്നാൽ പിഴവുകൾ തിരുത്താമെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ അധികൃതർ അറിയിച്ചു. പേരിലെ ആദ്യ ഭാഗം വിട്ടുപോകൽ ആഭ്യന്തര മന്ത്രാലയത്തിനും സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയിലും രേഖകൾ പുതുക്കുന്നതിന് മുമ്പുള്ള പേര് വരുന്നത് എന്നിവയാണ് സർട്ടിഫിക്കറ്റുകളിൽ വരാൻ സാധ്യതയുള്ള പിഴവുകൾ. സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവ് ഉത്തരവിറക്കി. ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജിൽ ആണ് പുതിയ ആരോഗ്യമന്ത്രി. തൗഫീഖ് അൽ റബിയയെ ഹജ്ജ് ഉംറ മന്ത്രിയായാണ് നിയമിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നത്. ബഹ്റൈനിൽ വാക്സിനേഷൻ പൂർത്തിയാക്കി ഗ്രീൻ ഷീൽഡ് ലഭിച്ചവർക്ക് കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായാൽ ഹോം ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ. എന്നാൽ ഇവർ 1-ാം ദിവസവും 7-ാം ദിവസവും 2 PCR ടെസ്റ്റുകൾ നടത്തണം. ബി അവെയർ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഗ്രീൻ ഷീൽഡ് ഉള്ളവർക്ക് കോവിഡ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നാൽ ഹോം ക്വാറന്റൈൻ ഇരിക്കേണ്ടെന്ന് കോവിഡ് പ്രതിരോധ സമിതിയാണ് അറിയിച്ചത്. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ വ്യവസ്ഥകൾ പ്രകാരമാണിത്. രാജ്യത്തെ 60 തികഞ്ഞ ബിരുദധാരികളല്ലാത്ത വിദേശികളുടെ കാമ പുതുക്കി നൽകേണ്ട തീരുമാനമെടുത്ത മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൂസയെ വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ സൽമാൻ സസ്പെൻഷൻ. 3 മാസമോ അന്വേഷണം പൂർത്തിയാകും വരെയോ ആണ് സസ്പെൻഷൻ ഉള്ളത്. ഈ വിഭാഗത്തിന് കാമ പുതുക്കി നൽകേണ്ട തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഫത്വ നിയമനിർമ്മാണ സമിതി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഡയറക്ടർക്ക് സസ്പെൻഷൻ നൽകിയത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളെ പിരിച്ചുവിടുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി അധികൃതർ. യോഗ്യരായ വിദേശികളുണ്ടെന്ന കാരണത്താൽ സ്വദേശികൾക്കെതിരെ നടപടിയെടുക്കുന്നത് നിയമലംഘനമാണ്. സ്വദേശിയെ ഒഴിവാക്കുമ്പോൾ കാരണങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. സ്വകാര്യ മേഖലയിലെ സ്വദേശീയ നിയമനവും തൊഴിൽ കരാർ റദ്ദാക്കലും രേഖാമൂലമാകണമെന്നാണ് നിയമം. ഏത് സാഹചര്യത്തിലായാലും ഒരു ജീവനക്കാരൻ സ്ഥാപനം വിടും മുമ്പ് നേരിട്ടോ ടെലിഫോണിലോ ആശയവിനിമയം നടത്തി വിശദ റിപ്പോർട്ട് നൽകണം. സൗദിയിലെ ബാങ്കുകൾ കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി വിജയകരമായി അതിജീവിച്ചതായി പഠന റിപ്പോർട്ട്. അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ്സ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. എണ്ണ വിലയിലെ തിരിച്ചുവരവ് ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുമെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. കോവിഡിനെ തുടർന്ന് ആഗോളതലത്തിലുണ്ടായ പ്രതിസന്ധി സൗദിയിലെ ബാങ്കുകളെയും സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ എല്ലാ ബാങ്കുകളും കോവിഡിന്റെ ആഘാതം മറികടന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾ വീണ്ടെടുത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.